നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണുകൾ മുതൽ റോക്കറ്റുകളെ നിയന്ത്രിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വരെ ഇവയുടെ എല്ലാം കരുത്തെന്ന് പറയുന്നത് വെറും കടുകുമണിയേക്കാൾ ചെറിയൊരു ഘടകമാണ്. അതാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, ഒരു ചെറിയ സ്മാർട്ട് ഫോൺ പ്രോസസ്സറിൽ മാത്രം കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകളാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ ചെറിയ ഉപകരണം ഇലക്ട്രോണിക് ലോകത്തെ മാറ്റിമറിച്ചത്? ടെക്നിക്കൽ പരീക്ഷകളിൽ ട്രാൻസിസ്റ്റേഴ്സിൽ നിന്ന് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത 5 മിനിറ്റിൽ ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് ലളിതമായി ഒന്ന് പഠിക്കാം. വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. എന്താണ് ഒരു ട്രാൻസിസ്റ്റർ? ലളിതമായി പറഞ്ഞാൽ ഇതൊരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. ഇതിന് പ്രധാനമായിട്ടും 2 ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് സ്വിച്ചിങ്ങും 2 ആംപ്ലിഫിക്കേഷനും. ഇതൊരു ഇലക്ട്രോണിക് സ്വിച്ച് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോ പവർ സിഗ്നലുകളെ ഹൈ പവർ സിഗ്നലുകളാക്കി മാറ്റുന്നുമുണ്ട്. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു കറന്റ് കൺട്രോൾ ഡിവൈസ് ആണ്. അതായത് ഇതിലൂടെ ഒഴുകുന്ന ഔട്ട്പുട്ട് കറന്റിനെ നിയന്ത്രിക്കാൻ നമുക്ക് ഇൻപുട്ടിൽ ചെറിയൊരു കറന്റ് ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. ട്രാൻസിസ്റ്ററിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്: ബേസ്, എമിറ്റർ ആൻഡ് കളക്ടർ. ട്രാൻസിസ്റ്ററിനെ നമുക്കൊരു വാട്ടർ ടാപ്പുമായിട്ട് കമ്പയർ ചെയ്യാം. നമുക്ക് ഈ വാട്ടർ ടാപ്പ് ഉദാഹരണം കുറച്ചുകൂടെ ആഴത്തിലൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ട്രാൻസിസ്റ്ററിനെ ഒരു ടാപ്പിനോട് കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ടാപ്പുമായി ഉപമിക്കുന്നത് നോക്കാം. ടാപ്പിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന പൈപ്പ് ലൈൻ പോലെയാണ് ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ എന്ന് പറയുന്ന പോർഷൻ. ട്രാൻസിസ്റ്ററിൽ കറണ്ടിന് ആവശ്യമായ ഇലക്ട്രോണുകളെ സപ്ലൈ ചെയ്യുന്നത് ഈ എമിറ്റർ ആണ്. അടുത്തത് കളക്ടർ. ടാപ്പിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളം നമ്മളൊരു ബക്കറ്റിൽ ശേഖരിക്കുന്നു എന്ന് കരുതുക. അതുപോലെ എമിറ്ററിൽ നിന്നും വരുന്ന ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന ആളാണ് കളക്ടർ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ബേസ്. ഇത് ടാപ്പിന്റെ മുകളിലുള്ള ഒരു ഹാൻഡിൽ അല്ലെങ്കിൽ നോബ് പോലെയാണ്. ടാപ്പിലൂടെ എത്ര വെള്ളം വരണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഹാൻഡിലാണ്. ഈ ഹാൻഡിൽ നമ്മൾ എത്രത്തോളം തിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണല്ലോ ടാപ്പിലൂടെ എത്രത്തോളം വെള്ളം വരണം എന്ന് ഉള്ള ഫാക്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ട്രാൻസിസ്റ്ററിലും. ബേസിലേക്ക് നമ്മൾ നൽകുന്ന ചെറിയൊരു കറണ്ട് ഉപയോഗിച്ച് എമിറ്ററിൽ നിന്നും കളക്ടറിലേക്ക് എത്ര വലിയ കറണ്ട് ഒഴുകണം എന്ന് നമുക്ക് കൃത്യമായി നിയന്ത്രിക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക: നമ്മൾ ടാപ്പിന്റെ ഹാൻഡിൽ ഒട്ടും തിരിച്ചില്ലെങ്കിൽ വെള്ളം വരില്ല. അതായത് ട്രാൻസിസ്റ്റർ ഓഫ് അവസ്ഥയിലാണ്. ഇനി ഹാൻഡിൽ പകുതി തുറന്നാൽ കുറച്ച് വെള്ളം വരും. ഇതിനെയാണ് നമ്മൾ ആംപ്ലിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഹാൻഡിൽ പൂർണ്ണമായും തുറന്നാൽ അത് മാക്സിമം കറണ്ട് നൽകുന്ന ഓൺ അവസ്ഥയിലാകും. ഈ സിമ്പിൾ ലോജിക്കാണ് ഒരു ട്രാൻസിസ്റ്ററിനെ ഒരു സ്വിച്ചായും ആംപ്ലിഫയറായും പ്രവർത്തിക്കാൻ സഹായിക്കുന്നത്. ട്രാൻസിസ്റ്ററുകൾ പ്രധാനമായും 2 തരത്തിലുണ്ട്: NPN-ഉം PNP-യും. ഇവയുടെ ചിഹ്നങ്ങൾ പരീക്ഷയിൽ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. അതായത് ഈ ചിഹ്നത്തിലെ ആരോ പുറത്തേക്കാണെങ്കിൽ അത് NPN ആണ്, അല്ലെങ്കിൽ നോട്ട് പോയിന്റിംഗ് ഇൻ ആണ്. ഇനി ആരോ ഉള്ളിലേക്കാണെങ്കിൽ അത് PNP ആണ്, അല്ലെങ്കിൽ പോയിന്റിംഗ് ഇൻ ആണ്. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം: നമ്മൾ എന്തുകൊണ്ടാണ് മിക്കപ്പോഴും NPN ട്രാൻസിസ്റ്ററുകൾ തിരഞ്ഞെടുക്കുന്നത് എന്നതാണ്. ഇതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. അതായത് NPN-ൽ കറന്റ് കടത്തിവിടുന്നത് പ്രധാനമായും ഇലക്ട്രോണുകളാണ്, എന്നാൽ PNP-ൽ അത് ഹോൾസ് ആണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റോഡിലെ ട്രാഫിക്കിലൂടെ ഒരു ചെറിയ ബൈക്ക് വെട്ടിച്ചു പോകുന്നത് പോലെ ഇലക്ട്രോണുകൾക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. എന്നാൽ ഹോൾസ് ഒരു വലിയ ബസ് പോലെയാണ്, കുറച്ച് സാവധാനമേ നീങ്ങുകയുള്ളൂ. ഇലക്ട്രോണുകളുടെ ഈ വേഗതയാണ് NPN ട്രാൻസിസ്റ്ററുകളെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ NPN ഹീറോ ആകുന്നത്. ട്രാൻസിസ്റ്റേഴ്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.